ഗായ്സ്, അബി റിവീൽസിലേക്ക് സ്വാഗതം. ഞാൻ ഒരു യാത്രയിലായി പോയി. അതുകൊണ്ട് തന്നെ കുറെ സിനിമകൾ അന്നന്ന് ചെയ്യാൻ മിസ്സായി പോയി. അതുകൊണ്ട് തന്നെ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കയറി ചെന്നത് ഒരു ബോംബ് പടത്തിലോട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പെദ്ദി കാണാൻ ഒരു മൂഡ് ഉണ്ടായില്ല. ഇന്നലെ കണ്ടതിന്റെ ആ ഒരു പടത്തിന്റെ ക്ഷീണമുള്ളതുകൊണ്ട്. ആൻഡ് ആ ഒരു സിനിമയുടെ പേരാണ് ഹേ ജവാനി തോ ഇഷ്ക് ഹോന, ഹേ ഡയറക്ടഡ് ബൈ ഡേവിഡ് ധവാൻ, വരുൺ ധവാന്റെ അച്ഛൻ. ഡേവിഡ് ധവാന്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ദാറ്റ് ബ്രെയിൻലെസ് കോമഡി എന്റർടൈനേഴ്സ് ആയിരിക്കുന്നു. അതൊക്കെ മനസ്സിൽ വെച്ച് തന്നെയാണ് ഞാൻ ഈ സിനിമ കാണാൻ കയറിയത്. ജസ്റ്റ് ഒന്ന് ബ്രെയിനൊക്കെ ഓഫാക്കി കുറച്ച് ചിരിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഈ ഒരു സിനിമ എന്നെ കംപ്ലീറ്റ്ലി ഓഫാക്കി കളഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫീൽ. ഇത് ഇങ്ങേരുടെ ലാസ്റ്റ് പടം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ലാസ്റ്റ് പടം എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഐക്കോണിക് സംഭവമായിരിക്കണം. അങ്ങനെ വേണം ഇൻഡസ്ട്രിയുടെ വിട പറയാൻ. ഇത് ഇമാതിരി സാധനം അല്ല ഇറക്കി വിട്ടിട്ട് ലാസ്റ്റ് പടം എന്ന് പറഞ്ഞ് ഇറക്കി വിടേണ്ടത്. ഈ സിനിമയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വരുൺ ധവന്റെ ക്യാരക്ടറിന് ഒരു അച്ഛനാവണം, സ്വന്തം ഭാര്യ മൃണാൾ താക്കൂറിൽ നിന്ന് ഒരു കൊച്ചുണ്ടാക്കണം. പക്ഷെ മൃണാൾ താക്കൂറിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വരുൺ ധവന്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മൃണാളിന്റെ കടക്കലോട് ചാടുക, ഈ പരിപാടി ചെയ്യാൻ ഫോഴ്സ് ചെയ്യുക. ഇതാണ് മെയിൻ പരിപാടി. അപ്പൊ ഈ മൃണാളിനാണെങ്കിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അവസാനം മടുത്തിട്ട് കോടതിയിൽ പോയി ഡൈവോഴ്സ് ഫയൽ ചെയ്യുകയാണ്. അങ്ങനെ കോടതി 7 മാസം സമയം കൊടുക്കുമ്പോൾ നമ്മുടെ വരുണിന്റെ ക്യാരക്ടർ വളരെ വിഷമത്തോടെ UK പോവുകയാണ്. അവിടെ എത്തിയതിനു ശേഷം നമ്മുടെ പൂജ ഹെഗ്ഡെയുടെ ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്നു. ആ ഒരു മീറ്റിങ്ങും ആ ഒരു ഫ്ലാഷ് ബാക്കും ഹാറ്റ്സ് ഓഫ് റൈറ്ററിന്റെ പേരെന്ന് പറയണം, യൂനുസ് സജവാൾ. ഒരു ഗംഭീര വളിച്ച റൈറ്ററിനെ ബോളിവുഡ് പുതിയതായിട്ട് കിട്ടിയിരിക്കുകയാണ്. ആൻഡ് പൂജ ഹെഗ്ഡെനെ അവർ കണ്ടുമുട്ടിയതിനു ശേഷം അവരുടെ കുറച്ച് പരിപാടികൾ കഴിയും. ആൻഡ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മൃണാൾ വീണ്ടും വരുണിന്റെ ജീവിതത്തിലൂടെ കയറി വരികയാണ്, പറയുകയാണ് മൃണാൾ പ്രഗ്നന്റ് ആണെന്ന്. അതേസമയം പൂജയും പറയുകയാണ് പൂജയും പ്രഗ്നന്റ് ആണെന്ന്. ആൻഡ് ഇതിന് ശേഷം ഉണ്ടാവുന്ന കുറെ കെയോസ്, കൺഫ്യൂഷൻസും കുറെ കോമഡിയൊക്കെയാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവം, ഈ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ നല്ലതാണ്, കുറച്ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ റൈറ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങേരുടെ പേര് ഓർത്ത് വെച്ചോ, ഇങ്ങേരുടെ പടം എപ്പോഴെങ്കിലും കാണുകയില്ല, അത് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ബിക്കോസ് ഇതില് കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫില് എന്റെ പൊന്നോ കാട്ടവരാതമാണ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ടോർച്ചർ, പ്യുവർ ടോർച്ചർ. ഞാൻ ചിന്തിക്കരുത് എപ്പോഴും ഈ സിനിമയുടെ ഇന്റർവെൽ ആവണമെന്ന്. അമ്മാതിരി രീതിയിലുള്ള ടോർച്ചറായിരുന്നു. അതേപോലെ വരുണ്ട ഡയലോഗ് ഡെലിവറിയും. നമ്മുടെ പവി കെയർടേക്കർ എന്ന സിനിമ ആരെ കണ്ടെന്നറിയില്ല, അതിനകത്ത് ദിലീപിന്റെ മീറ്റർ കഴിഞ്ഞ് അഭിനയിച്ചിട്ട് വെറുപ്പിച്ച ഒരു സീനായിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് ആ ഒരു മീറ്റർ കഴിഞ്ഞ് ഇങ്ങനെ വെറുപ്പീരായിരുന്നു ഒരു 1.25 മണിക്കൂർ ഫസ്റ്റ് ഹാഫ്. പിന്നെ ഈ സിനിമയുടെ ഒരു ജീവൻ കുറച്ച് തന്നത് ഈ സിനിമയുടെ ഇന്റർവെൽ പോർഷൻ ആയപ്പെടാം. ആ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന നിമിഷങ്ങളൊക്കെയാണ്. ഞാൻ ഇത് സ്പോയിലറൊന്നും അല്ല, ഇത് ട്രെയിലറുള്ള സംഭവമാണ് ഞാൻ പറയണത്. അപ്പോൾ ആ ഒരു നിമിഷത്തിലാണ് കുറച്ചൊന്ന് ഊർജ്ജം നൽകിയത്, കുറച്ചൊരു എൻജോയ്മെന്റ് ഫാക്ടർ തന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ അതിന് ശേഷം കുറെ ചിരിക്കാനും എൻജോയ് ചെയ്യാനുള്ള വകയൊക്കെ തരുന്നുണ്ട്. ഈ ഒരു കൺഫ്യൂഷനും കെയോസും കോമഡിയൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പഴയ നമ്മുടെ പഴയ ബോയിങ് ഇല്ലേ, മോഹൻലാലിന്റെ ആ ഒരു പടത്തിന്റെ ചെറിയൊരു സാധനമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഡോറിൽ നിന്ന് ഒരു പെണ്ണ് വരുന്നു, എന്നിട്ട് ആ പെണ്ണ് ഒഴിവാക്കിയതിനു ശേഷം അടുത്ത ഡോറിൽ നിന്ന് ഒരു പെണ്ണ് വരുന്നു. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻജോയ് ചെയ്തായിരുന്നു. അതേപോലെ ഈ സിനിമയെ സേവ് ചെയ്യണ വേറൊരു കാര്യം വരുണ്ട കോമിക് ടൈമിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് ശരിയാണ്, ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ വെറുപ്പിച്ച് കൈ തന്ന ഒരു സീനായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറച്ച് ബാലൻസ് ചെയ്ത് കുറച്ച് നമുക്ക് ചിരിപ്പിക്കാനുള്ള വക നമ്മുടെ വരുണിന്റെ ക്യാരക്ടറിനെ പറ്റുന്നുണ്ട്. ബിക്കോസ് വരുണിന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ ആ ഒരു മീറ്റർ കഴിഞ്ഞു പോയാലാണ് പ്രശ്നം. പിന്നെ ഇതിന്റെ റൈറ്റിങ്ങിനോട്ട് വരുവാണെങ്കിൽ ഇത് പ്രഗ്നൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മൃണാൾ വലിയ കാര്യത്തിൽ ആദ്യം വലിയ പ്രഗ്നൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതിൽ അവരുടെ ക്യാരക്ടേഴ്സിന് ഒരു തരി വില പോലും കൊടുത്തിട്ടില്ല. പ്രഗ്നൻസി എന്ന് പറഞ്ഞ സംഭവം ശരിയാണ്, ഫണ്ണായിട്ട് കൂട്ടാം. ഇതൊരു ഫൺ ബ്രെയിൻലെസ് എന്റർടൈനർ ആയതുകൊണ്ട് ഫണ്ണായിട്ട് കൂട്ടാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു ഇമോഷണൽ സീരിയസ്നെസ് അത് അവസാനമെങ്കിലും കൊണ്ടുവരണമായിരുന്നു. ഇത് ഒരു വിലയില്ലാണ്ടാക്കി. ഈ 2 ക്യാരക്ടേഴ്സ് പ്രഗ്നന്റ് ആയി കൊച്ചുണ്ടായതിനു ശേഷം എന്ത് തരത്തിലുള്ള ഡയലോഗാണ് ഈ ലാസ്റ്റൊക്കെ പറയണത്, എന്ത് രീതിയിലാണ് ഈ വരുണ്ട ക്യാരക്ടറെ കൺവിൻസ് ചെയ്യണത്, എന്ത് വൃത്തികെട്ട ക്യാരക്ടർ എന്ത് വരുന്നതെന്ന് അറിയോ. നമുക്ക് ഒരു രീതിയിലുള്ള മനസ്സിലാവാത്ത ഒരു വൃത്തികെട്ട കച്ചറ ക്യാരക്ടർ തന്നെ പറയാൻ പറ്റും. അത്രയും കച്ചറ ക്യാരക്ടർ. ക്ലൈമാക്സ് ആയപ്പോഴാണ് വരുണ്ട ക്യാരക്ടർ എന്തുകൂടെ ഇത് വിചാരിച്ചു പോണത്. അതുവരെ ആ ഒരു കോമഡിയുടെ കൂടെ നമ്മൾ പോയെങ്കിലും ലാസ്റ്റ് നമ്മൾ വിചാരിക്കും ഇത് എന്തോന്നടി ക്യാരക്ടർ ഇടയെന്ന്. നമുക്ക് ഒരു രീതിയിലും കണക്ട് ആകൂല, അത്ര വൃത്തികെട്ട ക്യാരക്ടർ. പൂജയും മൃണാളും അവരുടെ ക്യാരക്ടേഴ്സ് പറ്റണ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രീനിൽ അവരെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു, നല്ല കോസ്റ്റ്യൂംസിലൊക്കെ നല്ല രസമായിരുന്നു. അതുകൊണ്ട് അതും ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് കൂട്ടാം. പക്ഷെ ഇത് എന്തോന്ന് റൈറ്റിംഗ്, പിന്നെ ക്ലൈമാക്സ് ഒക്കെ പറഞ്ഞ ഭയങ്കര മോശമായിരുന്നു. ഞാൻ ഈ അടുത്ത് രവിതേജയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഭാരതി, ഞാൻ പടത്തിന്റെ പേര് മറന്നുപോയി. അതും ഇതായിട്ട് ഭയങ്കര സിമിലാരിറ്റി ആയിരുന്നു. അതും ഭയങ്കര മോശം ക്ലൈമാക്സ് ആയിരുന്നു. അവർ ഈ ഒരു ചീറ്റിങ്ങിനെ കൺവിൻസ് ചെയ്യുന്ന രീതി ഒട്ടും ശരിയല്ല.
പക്ക ചീറ്റിംഗ് ആണ്. പക്ഷെ ചീറ്റിങ്ങിനെ ഒട്ടും ഭയങ്കര മോശമായിട്ട് കൺവിൻസ് ചെയ്യണം. നമുക്ക് ഒട്ടും കൺവിൻസ്ഡ് ആകൂല. അവർ ഈ വരുൺ അവസാനം പറയുന്ന ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതിന്റെ വിഷ്വൽസ്, ഇതിന്റെ മ്യൂസിക്, ഇതിന്റെ ഡിസൈനിങ് ഒക്കെ അത്യാവശ്യം നന്നായിരുന്നു. നമുക്ക് ആ ഒരു ഡേവിഡ് ധവാൻ സിനിമകളിലെ എനർജി നമുക്ക് ഫീൽ ചെയ്യും. ഈ സിനിമയുടെ ആകെ ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങേരുടെ തൊട്ട് മുന്നത്തെ കൂലി നമ്പർ 1 എന്നൊരു സിനിമയുണ്ട്, കൂലി നമ്പർ 1. ആ ഒരു സിനിമയുടെ അമ്മാതിരി അപരാധ ലെവൽ എത്തിയില്ല. അത് അന്ത രീതിയിലുള്ള അപരാധമായിരുന്നു. സഹിക്കാനേ പറ്റില്ല. ഒരു നല്ല കാര്യം പോലും ഇത്ര സിനിമയായിരുന്നു. ഇത് അത്രയും ലെവൽ എത്തിയെങ്കിലും കുറച്ചും കൂടെ മേളിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിനിമേനെ അവിടെ കൊണ്ട് വെക്കാൻ പറ്റും. ഇതാണ് ലാസ്റ്റ് പാടം ഇങ്ങനെയാണ് ഇറക്കി വിടേണ്ടത്. അതേപോലെ ഫർഹാദ് സംജി, ഫർഹാദിന്റെ പടങ്ങൾ നോക്കണം. അവസാനത്തെ ഹൗസ്ഫുൾ 5, ബച്ചൻ പാണ്ഡെ, അതേപോലെ കൂലി നമ്പർ 1, ഇങ്ങനെയൊക്കെ ഫീൽഡ് ഔട്ടായ വെറുപ്പീര് റൈറ്റേഴ്സാണ്. അങ്ങനെ പിടിച്ച് ഡയലോഗ് റൈറ്റർ ആക്കിയിരിക്കുകയാണ്. എന്ത് പറയാനാണ്. കുറച്ച് കോമഡിയൊക്കെ വർക്ക് ചെയ്യുന്നു. ബാക്കി കോമഡീസും ഡയലോഗ്സും എല്ലാം ക്രിഞ്ചും ഫോസ്റ്റ് കോമഡിയും ഭയങ്കര ഓവർ ലൗഡഡ് ആയിരുന്നു. ഒന്നും ശരിയായിരുന്നില്ല. ഏതായാലും ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി തോന്നിയത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് പറ്റി കാണാൻ മിസ്സായി പോയത്. കുറച്ച് ചിരിക്കാനുണ്ട്, ശരിയാണ്. നിങ്ങൾ ഫസ്റ്റ് ഹാഫ് സർവൈവ് ചെയ്യുമെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് വകയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയണത് നോട്ട് വർത്ത് വാച്ച്. ഒട്ടും കൺവിൻസിങ് അല്ല, ഒട്ടും ശരിയല്ല അവർ ഇതിനകത്ത് പറഞ്ഞ രീതിയൊന്നും. ആ ഒരു മോറൽ ലെസൺ 2026 ഇറങ്ങിയ സിനിമയാണിത്. 1990 മോറൽ കഥയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഏതായാലും ഒരു ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ തന്നത്. എന്തായാലും ഡേവിഡ് ധവാൻ ഇനി ഒരു സിനിമ എപ്പോഴെങ്കിലും ഇറങ്ങാനൊരു മൂഡ് വരുവാണെങ്കിൽ പ്ലീസ് നല്ലൊരു സ്ക്രിപ്റ്റ് നോക്കി നല്ലൊരു കോമഡി പടം ഉണ്ടാക്കി വിടും. ആ ഒരു മേത്തര ഹീറോ അതേപോലെ ചുതുവാറ്റൂടെ ലെവലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അത് എൻജോയ് ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ട് ഇന്ത്യയിൽ. എവിടെയാണെങ്കിലും അത് എൻജോയ് ചെയ്തിട്ട് വ്യക്തികളുണ്ട്. അതിലൊരുത്തൻ ഞാൻ തന്നെ. അതുകൊണ്ട് തന്നെ സ്വന്തം റിസ്കി കാണുക. എന്നാ ശരി.